ഹലോ, എല്ലാവർക്കും SR കറിവെട്ടിലേക്ക് സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൽ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പഞ്ഞി പോലത്തെ അപ്പവും ശരവണ ഭവനിലെ ടൊമാറ്റോ ചട്നിയാണ്. പഞ്ഞി പോലത്തെ അപ്പം പറയുന്ന പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പോൾ പഞ്ഞി പോലത്തെ അപ്പവും ശരവണ ഭവനിലെ തക്കാളി ചട്നിയും എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കിയാലോ. അതിനായി 2 കപ്പ് പച്ചരി നന്നായി വാഷ് ചെയ്ത് ഒരു 5 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പ് നാളികേരവും 1 കപ്പ് ചോറും ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇത് കൈ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് കൊടുക്കുക. ഇത് നൈറ്റിലാണ് ഞാൻ അരച്ചെടുക്കുന്നത്. പിറ്റേ ദിവസം രാവിലെയാണ് അപ്പം ചുട്ടെടുക്കുന്നത്. പിറ്റത്തെ ദിവസം രാവിലെയാണ് എടുക്കുന്നത്. ഇത് നല്ലവണ്ണം ഒന്നും പൊങ്ങി വരില്ല, കുറച്ച് മാത്രമേ പൊങ്ങി വരുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ഗ്ലാസ് വെള്ളവും 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് അരയ്ക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം എടുക്കാൻ. നന്നായി വെള്ളം പോലെ എടുക്കരുത്, കുറച്ച് കട്ടിക്ക് വേണം എടുക്കാൻ, ദോശമാവിൻ്റെയൊക്കെ അളവിൽ. ഇനി ഇത് ചുട്ടെടുക്കുക. അതിനായി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് നല്ലവണ്ണം ചൂടാക്കിയെടുക്കാം. ഇതിപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 തവി മാവ് ഒഴിച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വേണം സ്റ്റൗ വെച്ച് കൊടുക്കാൻ. ഇതുപോലെ ഓട്ടോട്ടായിട്ട് വരും. ഇതിപ്പോൾ ഓട്ടോട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റൗവ് ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ആയി വരും. ഇത് ആയി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, നല്ല സോഫ്റ്റായി. അപ്പം ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് അപ്പാണെന്ന്. ഇനി തക്കാളി ചട്നി ഉണ്ടാക്കാനായി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിലേക്ക് ഒരു 3 വെളുത്തുള്ളി നടു കീറിയത് ഇട്ട് കൊടുക്കാം. 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. 1 സബോള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുക. 2 തക്കാളി എടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കണം. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരട്ടെ. ഇപ്പോൾ തക്കാളിയൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ സ്റ്റൗവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇത് മാറ്റി വയ്ക്കാം. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക, പുളി ബാലൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് തണുക്കട്ടെ. അപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇത് നന്നായി അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചൂടായ പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, 2 വെളുത്തുള്ളി കട്ട് ചെയ്തത്, 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി. എന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒന്ന് ചെറുതായി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇത് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. അടിപൊളി ശരവണ ഭവൻ തക്കാളി ചട്നിയാണ്. ഈ അപ്പവും ഈ ചട്നിയും കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെ ഏത് കറിയുടെ കൂടെയും ഈ അപ്പം കഴിക്കാവുന്നതേ ഉള്ളൂ. തേങ്ങാപ്പാലിലും കഴിക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു.